ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എ മൂവി ഡേറ്റ് വിത്ത് ഇഷിലു. അപ്പോൾ ഇഷിലുവിനായിട്ട് ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഇക്കയുണ്ട്, പിന്നെ ഞങ്ങളുടെ കുട്ടി ഇച്ചിലുമോളും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കുട്ടി ഇച്ചിലുമോള്. കുട്ടി ഇച്ചിലു വെച്ചാൽ വണ്ടി കയറിയ കിടന്ന് ഉറങ്ങണതാണ്. എന്ന് വെച്ചാൽ അവൾ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക, വണ്ടി പോണതും ബൈക്ക് പോണതും മരങ്ങളും ആകാശവും ഒക്കെ നോക്കിയിരിക്കണുണ്ട്. പിന്നെ ഞാൻ എന്താ വീഡിയോ എടുക്കണമെന്ന് ഒരു അതിശയത്തോടെ നോക്കിയിരിക്കണമെന്ന് തോന്നുന്നുണ്ട്. ആൾ നന്നായി ക്യാമറയ്ക്കും നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഈ ടീഷർട്ട് H&M'ന്നും ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ജീൻസും ഷൂ എവിടെ നിന്നാണ് വാങ്ങിച്ചതെങ്കിൽ കൃത്യമായിട്ട് വലിയ ഓർമ്മയില്ല. അപ്പോൾ അതാണ് ആളുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇക്കനോട് ചോദിക്കണുണ്ട്, ആളൊന്ന് സിനിമ കാണാൻ സമ്മതിക്കുമോ ഫുള്ളായിട്ട് എന്നൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആളുടെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് ഇപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ അതിനോട് ആളുടെ സംസാരവും ഉമ്മൊടുക്കുകയും ഒക്കെ. അപ്പോൾ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് സൂ ഫ്രം സോ എന്നൊരു തെലുങ്ക് പടം ഒരു മലയാളത്തേക്ക് ഇറക്കിയിട്ടുള്ളതാട്ടോ. നല്ല അടിപൊളി പടമാണ്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് അബുദാബി മാളിലേക്കാണ്. അപ്പോൾ അബുദാബി മാളിൽ വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മാളാണ്. എന്തോ എനിക്ക് ഭയങ്കര ബോറടി തോന്നുന്ന ഒരു മാളാണ് കേട്ടോ. സിനിമ കാണാൻ മാത്രമേ ഞങ്ങളവിടെ വരാറുള്ളൂ. അപ്പോൾ ഈ ഇക്ക കൊണ്ടതിനെ ക്യാരി ചെയ്തിട്ടുള്ള ഭയങ്കര ഉപകാരപ്പെട്ടതാട്ടോ. ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കങ്കാരു കാരിയർ പോലത്തതും ഒന്നതും. പക്ഷേ കങ്കാരു കാരിയർ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി, ബാക്ക് പെയിനും എന്തൊക്കെ ഒരു സുഖമില്ല. ഇത് നല്ല സുഖമാട്ടോ. നമുക്ക് ഷോൾഡർ പെയിൻ അങ്ങനെയൊന്നുമില്ല, കയ്യും വേനെടുക്കില്ല ബേബീനെ ക്യാരി ചെയ്യുമ്പോൾ. അപ്പോൾ മുക്കാൽ ഭാഗത്തോളം ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. അത്രയധികം സിനിമ കാണാൻ ആരുമില്ലാത്ത കാരണം കാലൊക്കെ ഞാൻ നല്ല നീട്ടി വെച്ചിട്ടൊക്കെയാണ് ആൾ ഉറക്കിയത്. നല്ല എൻ്റർടൈൻമെൻറ്റുള്ളൊരു മൂവിയാണ് കേട്ടോ. ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റോളം ഒരു മൂവി ഒരു ലാഗ് പോലെ, ഒരു കുട്ടി ബോറടി പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് നല്ല സൂപ്പർ പടമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ വാപ്പയും ഉമ്മയുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വിളിച്ച് ചോദിക്കുക ഫുഡ് വല്ലതും വാങ്ങിക്കണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അവർ ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചുള്ള സബ്വേ എന്നാണ് കേട്ടോ. അപ്പോൾ ഇഷ്യൂല് കുറച്ച് വയലൻ്റ് ആയ കാരണം അവളായിട്ട് ഞാൻ കളിക്കാതിരിക്കാം. അപ്പോൾ ഞങ്ങൾ വെള്ളവും പെപ്സിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് കോപ്പിയൊക്കെ പോവാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് പാമ്പേഴ്സിൻ്റെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കാൻ പോയപ്പോൾ വലിയ ഓഫറൊന്നുമില്ല, നല്ല വില ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇക്ക പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നൂണിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണ് വാങ്ങാറ്. വാങ്ങുമ്പോൾ ഞങ്ങൾ ബൾക്കായിട്ട് തന്നെ വാങ്ങും, 2-3 ബോക്സ് ഒരുമിച്ച് വാങ്ങിക്കും ഓഫർ ഉണ്ടാകുമ്പോൾ. ആൾ എപ്പോഴും പാമ്പേഴ്സാണ് ഉപയോഗിക്കണത്. അപ്പോൾ പാമ്പേഴ്സിന് ഭയങ്കര ചിലവാണ്. അപ്പോൾ ഒരുമിച്ച് ഞങ്ങളെല്ലാം വാങ്ങിക്കും. അപ്പോൾ പെപ്സിയും വെള്ളവും വാങ്ങിച്ച് ഞങ്ങൾ ബില്ലിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിൽ വെച്ചിട്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് ഞാൻ പറഞ്ഞ ഒരു മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മെൽറ്റി പപ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ മോൾക്ക് അതൊക്കെ ഇടം കൊടുക്കുക. പിന്നെ ആൾക്ക് ഞാൻ വരുമ്പോൾ റാഗി കുറുക്ക് കൊടുത്തിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ആൾക്ക് വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ അതൊരു പാക്കറ്റ് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വാശി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് വാശിയാണ് ഉണ്ടാവുക. അപ്പോൾ അതും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളത് മുണ്ടാണ്ടോടെ ഇരുന്ന് അത് തിന്നോളും. അപ്പോൾ അവൾക്ക് പെപ്സി ടിന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ കുടിക്കണ പോലൊക്കെ ആ പെപ്സി ടിന്ന് വെച്ച് ഇങ്ങനെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ് ബോയിനോട് അവൾ സംസാരിക്കുക. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇക്കടെ ചോദിക്കുക സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ പാർക്കിങ് വണ്ടിയൊക്കെ നോക്കി നടക്കാം കേട്ടോ, എവിടെ ഇട്ടേക്കണമെന്ന്. അപ്പോൾ വണ്ടി കണ്ടു. അപ്പോൾ ഞാൻ
ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷമം ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല, ബാക്കിലിരിക്കണം എന്നുള്ളൊരു വിഷമമാണ് ഇപ്പം എനിക്ക്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഫ്രണ്ടിലേക്കാറും. ഉണ്ണി വന്നേ പിന്നെ ബാക്കിലല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകണം. ഇനി കറങ്ങാനൊന്നും ഇങ്ങോട്ടും പോകണില്ല. ഇക്കാക്ക് നാളെ ജോലിയുള്ള കാരണം ഇനി എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കണില്ല എന്ന് വിചാരിച്ചു. നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുട്ടീശ്വൽ ആ വണ്ടി നോക്കി, കാറും ലൈറ്റും സിഗ്നൽ ലൈറ്റും ഒക്കെ നോക്കി നാളെ പണിക്ക് പോകണ കാരണം പെട്രോൾ അടിച്ചിട്ടാണ് പോണത്. അപ്പോൾ ആൾക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിയറിങ്ങുമ്മ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ. അപ്പോൾ ഞങ്ങളിനി വീട്ടിലെത്തി. അപ്പോൾ കുറേ പൂച്ചകളുണ്ട്. പൂച്ചകളെ വെച്ചേക്ക് ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.